ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ റംഷി നൗഷാദ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനും മിക്കിയും കുട്ടികളും കൂടി മുല്ലപ്പൂവും പിന്നെ വണ്ടിയിൽ വെക്കാനുള്ള ബൊക്കയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ചൻ്റെ മുകളിലായിട്ടോ. പക്ഷെ ഞാനിപ്പോഴാണ് വീഡിയോ ഇടുന്നത് ഗൈസ്. നമ്മൾ രാവിലെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ 10 മണിക്കായിരുന്നു അവളുടെ വീട്ടിലത്തെ പള്ളിക്ക് വെച്ചിട്ടായിരുന്നു കേട്ടോ നിക്കാഹ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ആണുങ്ങളേര് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങള് മാറ്റിലും മുരിങ്ങലൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. എല്ലാരും പോയിട്ടോ. ഞങ്ങളാണ് ഒടുക്കത്തെ പെട്ടു. നല്ല മഴയാണ്. ജൂൺ 1 തീയതി ആയതുകൊണ്ട് തന്നെ അതിന്റെ പേര് കളയേണ്ട അഷ്ടാകാരം. നല്ല മഴ. ഓഡിറ്റോറിയത്തിലോട്ട് നല്ല മഴ. ഇവരൊക്കെ നേരത്തെ വന്നിക്കുന്നു കേട്ടോ. ഞങ്ങളാണ് ഒടുക്കത്തെ പെട്ടി. നിനക്കറിയോ എങ്ങനെ നമ്മളെ കമ്പ്യൂട്ടർ ക്ലാസ്സിലെ സാമാനങ്ങള് കമ്പ്യൂട്ടർ ക്ലാസ്സിലെ നല്ല മഴ മാപ്പിള ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കണ്ടേ കമ്പ്യൂട്ടർ ക്ലാസ് അടുത്തൊക്കെ പിന്നെ ജംഷദ് ഹുസൈന്റെ വണ്ടിയിൽ പുള്ളിനെ മറ്റിച്ചാൽ ഞാൻ ഇതില് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഞങ്ങള് പിന്നീട് ഒരു മിനിറ്റ് സിനുവാ ദിയാടെ പോ കാക്കോ ഷാന അങ്ങോട്ട് നോക്കിക്കാ. ഇന്ന് പൊട്ടുവോ? അത് ചീറ്റിപ്പോയി. റെഡി
ഓഡിറ്റോറിയത്തിൽ എത്താൻ വൈകിയ കാരണം തന്നെ ഞങ്ങളെ പ്ലാന് മൊത്തം ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ നല്ല പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ പ്ലാന് മൊത്തം ഫ്ലോപ്പായിപ്പോയി. ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്താൻ വൈകിയ കാരണം ഞങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ടൊരു ഫോട്ടോ എടുത്ത് ഞങ്ങൾ വേഗം പെണ്ണിനെ മാറ്റിക്കാൻ വേണ്ടി പോകാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. മഴ ആയ കാരണം തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ പെട്ടെന്ന് പേടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ വൈകുന്നേരത്തെ നമുക്ക് മഴ പെയ്യുമെന്ന് ചെയ്തിട്ട് ഞങ്ങൾ പെണ്ണോട്ട് വന്നപ്പോൾ ഓഡിറ്റോറിയം അടുത്ത കുടുംബക്കാരും കാര്യങ്ങളും മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏകദേശം 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എത്തിയപ്പോൾ. അതുകൊണ്ടാവാം. പിന്നെ സൈനും തസ്നീം പിന്നെ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാക്കുൻ്റെ ഉള്ളൊരു ഫ്രെയിം ഫോട്ടോ വരച്ച് ചിത്രമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തസ്നി അവന് ഞാനും കൂടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റവരൊക്കെ പിന്നെ പോയി. ബാക്കി എല്ലാ ഫ്രണ്ട്സും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെക്കൻ്റെയും പെണ്ണിനും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്മയും അളിയാക്കിയും ആദ്യം വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. കാരണം അമ്മ ജസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാന്നൊക്കെ കരുതിയിട്ട് ക്ലീനാക്കി പോയതാണ്. എങ്കിലും പെണ്ണിനോട്ട് കയറുന്നതല്ലേ ഒന്നും കൂടിയും വൃത്തിയായിക്കോട്ടെ എന്ന് കരുതി ഒന്ന് സെറ്റാക്കിയിട്ട് നിൽക്കാമെന്ന് കരുതി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഏകദേശം രാത്രി ഒരു 11:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും ഭയങ്കര ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് പോയിട്ട് പിറ്റേ ദിവസം വരാമെന്ന് കരുതിയിട്ട് ഞങ്ങളൊക്കെ പോവുകയാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫോണിൻ്റെ മുന്നേ ഞങ്ങൾ കാക്കൂനെയും അവൾ ഈ മണിയറയിലേക്ക് കയറ്റുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുകൊണ്ട് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ. അശോകന് ക്ഷീണാവാ നിങ്ങൾ കുടിക്കുമോ? ബാക്കി പാല് മൂത്തളീനെ കൊടുക്കും. അത്രയും കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്ക്. കുട്ടികൾക്ക് ചെറുതൊന്നും പോകണ്ട, കുട്ടികൾക്ക് വലുത് കൊടുക്കും. കിട്ടിയാലും പോകും, കിട്ടാത്തവരെ മുന്നിലോട്ട് വരൂ. ഓക്കെ, അപ്പൊ ഞങ്ങളൊക്കെ ശുഭരാത്രി.